प्यारे छात्रों, नमस्कार। आज हम 8वीं कक्षा का पिता का प्रायश्चित नामक संस्मरण पढ़े। इस दुनिया में गलती न करने वाला कोई भी नहीं होगा, लेकिन गलती के बाद पश्चाताप करना एक महान कार्य है। यह संस्मरण मणिलाल गांधी के पुत्र एवं महात्मा गांधी के पोते श्री अरुण गांधी द्वारा लिखित एक संस्मरण है। अपनी गलती पर पिता द्वारा किए पश्चाताप के बारे में है यह संस्मरण। ഈ ലോകത്തിലെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെയില്ല. തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിക്കുക എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഓർമ്മക്കുറിപ്പ്, ഈ ഒരു സംസ്മരൺ അരുൺ ലാൽ ഗാന്ധി എഴുതിയിരിക്കുന്നതാണ്. അദ്ദേഹം മണിലാൽ ഗാന്ധിയുടെ പുത്രനും മഹാത്മജിയുടെ കൊച്ചുമകനുമായിരുന്നു. തൻ്റെ തെറ്റിനെ അച്ഛൻ ചെയ്ത പ്രായശ്ചിത്തത്തെക്കുറിച്ചാണ് ഈ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. पाठभाग की ओर देखिए। उस समय मैं 16 वर्ष का था और अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था। आश्रम को मेरे दादाजी महात्मा जी ने स्थापित किया था। आश्रम दूर दराज के इलाके में था। वहाँ दूर दूर तक बस गन्ने के खेत थे। शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे। इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतज़ार में रहते थे। हम शहर जाने के हर मौके की तलाश में रहते हैं, जिससे हम अपने मित्रों से मिल सके और साथ ही वहाँ के सिनेमा घर में फिल्में देख सके। उस समय में 16 वर्ष का था। अरुण गांधी इसमें इस प्रकार बताते हैं, उस समय मैं 16 वर्ष का था. ആ സമയത്ത് എനിക്ക് 16 വയസ്സായിരുന്നു. मैं अपने माता पिता के साथ दक्षिण अफ्रीका में डरबन से करीब 18 मील दूर एक आश्रम में रहता था. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടൊപ്പം ഡർബൻ സെ കരീബ്, ഡർബൻ എന്ന സ്ഥലത്ത് നിന്ന് കരീബ് എബൌട്ട് ഏകദേശം എത്രയാണ് 18 മീൽ ദൂർ, ഏകദേശം 18 മൈൽ ദൂരെയുള്ള ഏകാശ്രമേ രഹത്താ ഥാ, ഒരാശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ആശ്രമം കോ മേരെ ദാദാജി മഹാത്മാ ഗാന്ധിനെ സ്ഥാപിത് കിയാ ഥാ. അല്ലെ, ആ ആശ്രമം സ്ഥാപിച്ചത് എൻ്റെ മുത്തച്ഛനായ മഹാത്മാ ഗാന്ധിജി ആയിരുന്നു. ആശ്രമം ദൂർ ദരാസ് കെ ഇലാക്കെ മേ ഥാ. ദൂർ ദരാസ് ഡിസ്റ്റൻറ്റ് പ്ലേസ് ആണ്, അല്ലേ, വളരെ ദൂരെയുള്ള ഒരു പ്രദേശത്തായിരുന്നു ആ ആശ്രമം. ഇലാക്ക പ്രദേശ്. വഹ ദൂർ ദൂർ തക്ക് ബസ് ഗന്നെ കെ ഖേത്ത് थे. അവിടെ എന്താണ്, വളരെ ദൂരത്തോളം ഗന്നെ കെ ഖേത്ത് थे. ഗന്ന ഷുഗർ കെയിൻ, അല്ല, കരിമ്പിൻ തോട്ടമായിരുന്നു. शहर से बहुत दूर रहने के कारण वहाँ हमारे कोई पड़ोसी नहीं थे. वह स्थान दूर दराज के इलाके में था, इसलिए शहर से बहुत दूर है, അല്ലേ, വളരെ ദൂരമുള്ള പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ അതെന്താണ്, പട്ടണത്തിൽ നിന്ന് വളരെ ദൂരെയുള്ള ഒരു പ്രദേശമായിരുന്നു. ഇസ്ലിയെ വഹാം ഹമാരെ കൊയ് പടോസി നഹീ ഥേ. അതുകൊണ്ട് തന്നെ അവിടെ ആരും തന്നെ, അതായത് പടോസി എന്നാണ് നെയ്ബർ, ഞങ്ങൾക്ക് നെയ്ബേഴ്സായിട്ട് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. इसलिए मैं और मेरी 2 बहनें हमेशा शहर जाने के इंतजार में रहते थे. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ 2 ബഹിനെ, അല്ല, എൻ്റെ 2 സഹോദരിമാരും ഷഹർ ജാനെ കെ ഇന്തസാർ മേ രഹത്തെ थे. പട്ടണത്തിലെ പോകാം എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമായിരുന്നു. ഹം ഷഹർ ജാനെ കെ ഹർ മൗക്കെ കി തലാസ് മേ രഹത്തെ. ഞങ്ങൾ പട്ടണത്തിൽ പോകാനുള്ള ഏതെങ്കിലും അവസരം, മൗക്ക എന്താണ്, ഓപ്പർച്യൂണിറ്റി, അല്ല, ഏതെങ്കിലും അവസരം ലഭിക്കുമോ എന്നുള്ളത് എന്താണ് എപ്പോഴും അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. തലാസ്, എൻക്വയറി, അന്വേഷിക്കുക, സെർച്ച്, അല്ല, തലാസ്, സെർച്ച്, ജിസ്സെ ഹം अपने मित्रों से मिल सके और साथ ही वहाँ के सिनेमा घर में फिल्में देख सके. അല്ലെ, അങ്ങനെ ആയാലേ
ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്നെ മിത്രോ സെ മിൽ സക്കെ ശഹർ ജാനെ പർ, പട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളെ കാണാൻ കഴിയും. ഇസ്കെ സാത്ത് സിനിമ ഘർ മേ ഫിൽമേ ദേഖ് സക്കെ, അതോടൊപ്പം തന്നെ സിനിമാ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനും കഴിയും. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाओ. उनकी वहाँ पूरे दिन की एक मीटिंग थी. मुझे ऐसे ही मौके की तलाश थी क्योंकि मैं शहर जा रहा था. माँ ने मुझे सामान लाने की एक लंबी लिस्ट थमा दी. शहर में मुझे पूरा दिन बिताना था, इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. इसमें कार की सर्विसिंग भी शामिल थी. एक दिन पिताजी ने मुझसे कहा कि मैं उन्हें कार से शहर ले जाओ. ഒരു ദിവസം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാറിൽ പട്ടണത്തിൽ കൊണ്ടുവിടണം. उनके वहाँ पूरे दिन की एक मीटिंग थी. അല്ലെ, പിതാജി को वहाँ एक मीटिंग थी. അല്ലെ, അച്ഛന് അവിടെ എന്തുണ്ടായിരുന്നു? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അല്ലേ, പൂരേ ദിൻ की मीटिंग थी, അതായത് ഡേ കംപ്ലീറ്റ് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മുझे ऐसे ही मौके की तलाश थी. ഞാൻ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഒരവസരം അന്വേഷിക്കുകയായിരുന്നു. क्योंकि मैं शहर जा रहा था, माँ ने मुझे सामान लेने की एक लंबी लिस्ट थमा दी. അത് ഞാൻ പട്ടണത്തിൽ പോകുമ്പോൾ അമ്മ എനിക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ എന്നെ ഏൽപ്പിച്ചു. शहर में मुझे पूरा दिन बिताना था. അല്ലെ, പട്ടണത്തിൽ എനിക്ക് മുഴുവൻ സമയവും അന്ന് ചെലവഴിക്കണമായിരുന്നു. इसलिए पिताजी ने मुझसे वहाँ कई बकाया कामों को पूरा करने को कहा. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് അല്ലേ കുച്ച് ബക്കായ കാമോക്കോ, ബക്കായ കാം എന്ന് പറയുന്നത് റിമൈനിങ് ആണ്, അവശേഷിച്ച കുറേ ജോലികളെ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. ഇസ്മേ കാർ കി സർവീസിംഗ് ഭി ഷാമിൽ തി. അതിലെന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരുന്നു. ഷാമിൽ ഇൻക്ലൂഡാണ്, ഉൾപ്പെടുത്തുക അല്ലേ. ഇസ്മേ കാർ കി സർവീസിംഗ് ഭി ഷാമിൽ തി. അതിൽ കാർ സർവീസിംഗിന് കൊടുക്കലും അതിൽ ഉൾപ്പെട്ടിരുന്നു. मैंने पिताजी को मीटिंग की जगह पर छोड़ा तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमा घर में घुस गया. वहाँ जॉन बेन की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा, और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. मैं झटपट गैरेज पहुँचा. वहाँ से कार लेकर जब मैं पिताजी के पास पहुँचा तब तक शाम के 6 बज चुके थे. मैंने पिताजी को मीटिंग की जगह पर छोड़ा. ഞാൻ അങ്ങനെ അച്ഛനെ മീറ്റിംഗ് ഉള്ള സ്ഥാനത്ത് വിട്ടു. तो उन्होंने मुझे 5 बजे वहीं आ जाने को कहा. അപ്പോൾ അദ്ദേഹം എന്നോട് 5 മണിക്ക് അവിടെ തിരിച്ചെത്താൻ വേണ്ടി പറഞ്ഞു. बताए गए कामों को फटाफट निपटाने के बाद मैं झट से सिनेमा घर में घुस गया. അങ്ങനെ എന്നെ ഏൽപ്പിച്ച എല്ലാ പ്രവൃത്തികളും അല്ല ഝട്പട്ട് നിപടാനേക്ക് ബാദ്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തതിന് ശേഷം അല്ലെ, ഫട്ടാഫട്ട് സഡൻലി അല്ലെ, വളരെ പെട്ടെന്ന് നിപടാനേക്ക് ബാദ് അല്ലെ, കഴിഞ്ഞതിന് ശേഷം മേ ഝട്ട് സെ സിനിമാ ഘർ മേ ഘുസ് ഗയ. ഞാൻ പെട്ടെന്ന് തന്നെ സിനിമാ തിയേറ്ററിലേക്ക് പ്രവേശിച്ചു. വഹാം ജോൺ ബെൻ की एक दिलचस्प फिल्म देखते देखते मुझे समय का बिल्कुल ध्यान नहीं रहा. അവിടെ ജോൺ ബെന്നിൻ്റെ एक दिलचस्प ഫിലിം, ദിൽചസ്പ് എന്നാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അല്ല, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫിലിം ഞാൻ കണ്ടുകൊണ്ടിരുന്നു. മുझे समय का बिल्कुल ध्यान नहीं रहा. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കെ എനിക്ക് സമയത്തെക്കുറിച്ച് തീരെ ഒരു ബോധമുണ്ടായിരുന്നില്ല. और जब ध्यान आया तब तक शाम के 5:30 बज चुके थे. എന്നാൽ എനിക്ക് ഓർമ്മ വരുമ്പോഴേക്കും വൈകുന്നേരം 5:30 മണി ആയിരുന്നു. मैं झटपट गैरेज पहुंचा. അങ്ങനെ ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഗാരേജിലെത്തി. वहाँ से कार लेकर जब मैं पिताजी के पास पहुंचा तब तक शाम के 6 बज चुके थे. അവിടെ നിന്ന് കാർ എടുത്തിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ഏകദേശം 6 മണിയായിരുന്നു. 6 बज चुके थे. पिताजी बेसब्री से मेरा इंतजार कर रहे थे. പിതാജി ബേസബ്രി എന്താണ്? ഇംപേഷ്യൻ്റ്ലി ആണ് അല്ലേ, വളരെ അക്ഷമയോടെ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. आगे क्या हुआ देखिए. उन्होंने उत्सुकतापूर्वक पूछा, तुम लेट क्यों हुए? उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था, इसलिए मैंने कह दिया कि कार तैयार नहीं थी, इसलिए मुझे वहाँ देर हो गई. उन्होंने उत्सुकतापूर्वक पूछा. अरुण गांधी को देखकर पिताजी ने उत्कंठा के साथ या उत्सुकता के साथ इस प्रकार पूछा.
അല്ലെ അരുൺ ഗാന്ധിയെ കണ്ടതും അച്ഛൻ വളരെ ഉത്കണ്ഠയോടുകൂടി അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, തും ലേറ്റ് ക്യോം ഹുയേ, നീ എന്താണ് ലേറ്റായത്? उन्हें यह बताते हुए मुझे बहुत शर्म आई कि मैं ജോൺ ബെൻ की एक പശ്ചിമി ഫിലിം देख रहा था. എന്നാൽ എനിക്ക് ഇത് പറയാൻ ലജ്ജ തോന്നി. എന്താണ്, ഞാൻ ജോൺ ബെന്നിൻ്റെ ഒരു പശ്ചിമി ഫിലിം കാണുകയായിരുന്നു എന്ന് പറയാൻ എനിക്ക് മടി തോന്നി. इसलिए मैंने कह दिया कि कार तैयार नहीं थी इसलिए मुझे वहाँ देर हो गई. അതുകൊണ്ട് ഇവിടെ അരുൺ ഗാന്ധി ആദ്യമായിട്ട് അല്ലേ, അരുൺ ഗാന്ധി അച്ഛനോട് ഒരു കളവ് പറയുകയാണ്. ഇതാണ് പറയുന്നത്, കാർ തയ്യാർ നഹി ഥി, കാറ് റെഡി ആയിരുന്നില്ല, ഇസ്ലിയെ മുझे वहाँ देर हो गई, അതുകൊണ്ട് ഞാൻ അവിടെ ലേറ്റായി. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे और असलियत वे वाकिफ़ थे. वे मेरे झूठ को जान चुके थे पर बोले, जिस तरह से मैंने तुम्हें बड़ा किया है उसमें मुझे कोई भारी चूक हुई है. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. मुझे इस बात का कोई अंदाज़ा नहीं था कि पिताजी पहले ही गैरेज को फ़ोन कर चुके थे. അതായത് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു അറിവും, അന്താസ അനുമാൻ അല്ലേ, ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എന്താണ്, പിതാജി പഹലെ ഹി ഗാരേജ് കോ ഫോൺ കർ ചുക്കേ ഥേ, എന്നേക്കാൾ മുമ്പ് അല്ലേ, മുമ്പേ തന്നെ പിതാജി ഗാരേജിൽ ഫോൺ ചെയ്ത് അന്വേഷിച്ചിരുന്നു. पर बोले जिस तरह से मैंने तुम्हें बड़ा किया है ഫോൺ കർ और असलियत वे वाकिफ़ थे. അതുകൊണ്ട് അസലിയത്ത് അദ്ദേഹത്തിന് അല്ലേ, റിയാലിറ്റി എന്താണെന്ന് അച്ഛന് അറിയാമായിരുന്നു. ജിസ് तरह से मैंने तुम्हें बड़ा किया है उसमें मुझे कोई भारी चूक हुई. मेरे झूठ को जान चुके थे അല്ലേ, അദ്ദേഹം എന്താണ്, എൻ്റെ തെറ്റ് അറിഞ്ഞിരുന്നു. ആ ഒരു ഇസ് പ്രകാർ പോലെ, എന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്, ജിസ് തരസെ മേനെ തുമേ ബടാ കിയാ ഹേ, ഏത് തരത്തിലാണ് ഞാൻ നിന്നെ വലുതാക്കിയത്. ഉസ്മേ മുझे कोई भारी चूक हुई है, അതിലെനിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചു. मैंने तुम्हें सच बोलने का आत्मविश्वास नहीं दिया है, ഞാൻ നിനക്ക് സത്യം പറയാനുള്ള ആത്മവിശ്വാസം തന്നിട്ടില്ല. अब मैं घर तक की 18 मील की दूरी पैदल चलकर ही तय करूँगा. അതുകൊണ്ട് തന്നെ ഞാൻ വീട് വരെയുള്ള 18 മീറ്റർ ദൂരം എന്ത് ചെയ്യും, നടന്ന് തന്നെ പോകൂ എന്ന് അച്ഛനൊരു തീരുമാനം എടുത്തു. ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. अंधेरा हो चुका था और ज़्यादातर रास्ता कच्चा था. सड़क सुनसान थी और वहाँ कोई रोशनी भी नहीं थी. मैं पिताजी को अकेला नहीं छोड़ सकता था. ये कहते हुए सूट बूट पहने पिताजी ने चलना शुरू किया. ഇത്രയും പറഞ്ഞുകൊണ്ട് സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന പിതാജി അല്ലേ നടക്കാൻ തുടങ്ങി. അന്ധേര ഹോ ചുക്കാ ഥാ और ज़्यादा रास्ता कच्चा था. അല്ല, നല്ല ഇരുട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ മിക്കവാറും വഴി എന്തായിരുന്നു, അത്ര നല്ല വഴിയൊന്നുമായിരുന്നില്ല. സടക്ക് സുൻസാൻ ഥി, സുൻസാൻ സടക്ക് അല്ല, വളരെ എന്താണ് സൈലൻ്റ് ആയിരിക്കുന്ന, ആളുകളൊന്നുമില്ലാത്തൊരു വിജനമായ റോഡായിരുന്നു. ആ കൊയ് രോഷ്നി ബി നഹി ഥി, അവിടെ എന്തും ഉണ്ടായിരുന്നില്ല, വെളിച്ചവും ഉണ്ടായിരുന്നില്ല. മേ പിതാജിക്കോ അക്കേല നഹി ചോട് സക്താ ഥാ, അതുകൊണ്ട് തന്നെ എനിക്ക് അച്ഛനവിടെ തനിച്ച് വിടാൻ കഴിഞ്ഞില്ല. इसलिए 5.5 घंटे तक मैं उनके पीछे पीछे धीमी गति से कार चलाता रहा और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. उस दिन मैंने जीवन का एक अहम निर्णय लिया, मैं कभी भी झूठ नहीं बोलूँगा. इसलिए 5.5 घंटे तक मैं उसके पीछे पीछे धीमी गति से कार चलाता रहा. അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം അല്ലേ 5.5 മണിക്കൂർ പിതാജിക്ക് പീച്ചെ അച്ഛന് പിന്നാലെ ധീമീ ഗതീസെ അല്ലെ വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്നു. और मेरे झूठ पर पिताजी को प्रायश्चित करते हुए देखता रहा. അല്ല, ഞാൻ ചെയ്ത ആ ഒരു തെറ്റിലെ എൻ്റെ കളവിനെ അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് ഞാൻ നോക്കി കാണുകയായിരുന്നു. उस दिन मैंने जीवन का एक अहम निर्णय लिया. അന്ന് ഞാൻ ജീവിതത്തിലെ एक अहम निर्णय, अहम इम्पोर्टेंट അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു. मैं कभी भी झूठ नहीं बोलूँगा, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, കളവ് പറയില്ല എന്നൊരു തീരുമാനം എടുത്തു. मैं अक्सर इस घटना के बारे में सोचता हूँ. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो
क्या मैंने कोई सबक सीखा होता? शायद नहीं। सस्ता रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती। परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ। मुझे लगता है जैसे यह घटना कल ही घड़ी हो। अहिंसा की यही शक्ति है। मैं अक्सर इस घटना के बारे में सोचता हूँ. ഞാൻ മിക്കവാറും ഈ സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. अगर पिताजी ने मुझे अन्य पालकों की तरह सजा दी होती तो അല്ലേ, അഥവാ അച്ഛൻ മറ്റ് പാലക് ഗാർഡിയൻസ് ആണ് അല്ലേ, മറ്റ് രക്ഷിതാക്കളെ പോലെ എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ ക്യാ മെനെ കൊയ് സബക് സീഖാ ഹോത്ത, ഞാൻ ഒരു പാഠം പഠിക്കുമായിരുന്നോ? शायद नहीं, ഒരു പക്ഷേ ഇല്ലായിരിക്കും. सस्ता रहने के बाद भी मैं शायद झूठ बोलने की अपनी आदत नहीं बदलती होती. ഒരു പക്ഷേ ഞാൻ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതിനുശേഷം എൻ്റെ കള്ളം പറയുക എന്നുള്ള ആ ഒരു സ്വഭാവം ഞാൻ മാറ്റില്ലായിരുന്നു. परंतु इस अहिंसक घटना का मेरे ऊपर बहुत गहरा असर हुआ. എന്നാൽ ഈ അഹിംസാത്മകമായ ഈ ഒരു സംഭവം അല്ലേ എൻ്റെ മേലുണ്ടാക്കിയ സ്വാധീനം വളരെ വലുതായിരുന്നു. मुझे लगता है जैसे यह घटना कल ही घड़ी हो. എനിക്കിപ്പോഴും തോന്നുകയാണ് ഈ സംഭവം ഇന്നലെ നടന്നതാണോ. അഹിംസയ്ക്ക് യഹി ശക്തി ഹേ, ഇതാണ് അഹിംസയുടെ ശക്തി. അപ്പോൾ അരുൺ ഗാന്ധി തൻ്റെ അച്ഛൻ താൻ ചെയ്ത തെറ്റിനെ അച്ഛൻ ചെയ്ത പ്രായശ്ചിത്തത്തെക്കുറിച്ചാണ് ഈ ഒരു ഓർമ്മക്കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ അരുൺ ഗാന്ധി പറയുകയാണ്, ഒരു പക്ഷേ അന്ന് അദ്ദേഹം എന്നെ ശിക്ഷിച്ചിരുന്നെങ്കിൽ അല്ല ഞാൻ ഇന്ന് കാണുന്ന ഈ ഒരു രൂപത്തിൽ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു. വളരെ സുന്ദരമായൊരു ഓർമ്മക്കുറിപ്പാണിത്. ഈ ഓർമ്മക്കുറിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ധന്യവാദം.